എല്ലാവർക്കും എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു ഒഴിവ് ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ നമുക്കിനി ആദ്യമേ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പീസുകൾ എടുത്ത് ഞാനിന്ന് ചിക്കൻ കുറുമ റെഡിയാക്കാനാണ് പോണത്. ബാക്കി കുറച്ച് ചിക്കൻ നമുക്ക് ഉച്ചക്കത്തേക്ക് കൊടുക്കാമല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ ഇത്. ഞാൻ ഇടയ്ക്ക് മട്ടൻ വെച്ചും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെജിറ്റബിളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രീൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ക്യാരറ്റ് അതൊന്നും ഇട്ട് കൊടുക്കണില്ല. ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും നമുക്കിത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ അപ്പമാണ് റെഡിയാക്കണത്, അതായത് വെള്ളയപ്പം. അപ്പോൾ ഞാൻ തലേന്ന് രാത്രിയൊക്കെ അതിനുള്ള മാവും കാര്യങ്ങളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സുഖമാണല്ലോ, പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പം ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി വേഗം എളുപ്പമായി. നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജൊക്കെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ പിന്നെ അതിന് മെനക്കെടാൻ നിൽക്കില്ല. അപ്പോൾ ഓരോ സമയങ്ങളിലും ഓരോ തോന്നൽ പോലെയാണ്. എങ്കിലും പരമാവധി ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇതേപോലെ നോൺ വെജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അറ്റംപ്റ്റിന് നേരിട്ടത്. എത്ര ഒരു ഈസി മെത്തേഡാണെന്ന് പറഞ്ഞാലും നമ്മൾ നോൺ വെജിൻ്റെയൊക്കെ ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ. ഇതൊക്കെ ഒന്ന് വെന്ത് വരാനും ഒക്കെ സമയം എടുക്കും. അപ്പോൾ ഇതേ ഞാൻ അപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലേന്ന് ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ പച്ചരി, അതുപോലെ തന്നെ തേങ്ങ, കുറച്ച് ചോറും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പഞ്ചസാരയൊന്നും ഒട്ടും ചേർത്തിട്ടേ ഇല്ല. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ഒരു പാലപ്പം മോഡാവുമല്ലോ. പക്ഷേ ഇത് നമ്മൾ വെള്ളയപ്പമാണ് ചുട്ടെടുത്തേക്കണത്. പക്ഷേ ശരിക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടില്ല, ഒരു ബബിൾ പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് കുറുമയായിരിക്കുമല്ലോ ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്പങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഞാനും ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു മാവൊന്നും ഇവിടെ കടയിൽ കിട്ടില്ല കേട്ടോ. ദോശമാവൊക്കെ കടയിൽ കിട്ടും, പക്ഷേ അപ്പത്തിൻ്റെ മാവൊന്നും ഇവിടെ അങ്ങനെ കിട്ടാറില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പത്തിൻ്റെ മാവൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കാറ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു അപ്പം. അങ്ങനെ അതേ നമ്മുടെ കുറുമക്കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്തിരി കൊഴുപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടറ്റോ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നട്ട്സും അരച്ച് കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ താളിച്ച് ഇടുകയാണെങ്കിലും നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കട്ടൻ ചായയും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരത്ത് വളരെ ടൈം എടുത്തായിരിക്കും കേട്ടോ ഇവിടെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ടി വി ഒക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ആയിരിക്കും പോവുക. ഞാനൊരു സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം. ഒരു എന്താ പറയുക, ബാംബു ടിഷ്യൂ ഉണ്ട് ഇത്. നന്നായിട്ട് നമുക്ക് ഈ സ്ലാബൊക്കെ തുടക്കാനേ നന്നായിട്ട് ക്ലീൻ ആവണ ഒരു ഐറ്റമാണ് ഇത്. വൈറ്റ് കളറിലാണ് ഈ ഒരു സാധാ ടിഷ്യൂ പോലെ ആണെങ്കിലും, പക്ഷേ അതിൻ്റെ ആ ഒരു മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. ഇതാണ് കേട്ടോ ഐറ്റം. നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ആണെങ്കിലും നല്ലോണം ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചില്ല. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വീണേൻ്റെ കുറച്ച് പാടുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ അതിൽ പറ്റി പിടിച്ചാലും പക്ഷേ ആ ടിഷ്യൂ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. റീയൂസ്ഡ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. എങ്കിലും നമുക്ക് ഒരാഴ്ച വരെ അല്ലെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കളയേണ്ടതായിട്ട് വരും. കാരണം വെച്ചാൽ വൈറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എങ്കിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് സ്ലാബാണെങ്കിലും ടേബിളൊക്കെ നമുക്ക് തുടച്ചാൽ നല്ല ക്ലീൻ ആവും കേട്ടോ. അതും കിച്ചണിൻ്റെ ഭാഗത്തായിരിക്കുമല്ലോ കൂടുതൽ എണ്ണമയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ ഞാനെല്ലാം തുടച്ചിട്ട് ഇത് കണ്ടില്ലേ, ഒരു പാട് പോലും ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ക്ലീനായിട്ടാണ് ഈ ഒരു ടിഷ്യൂ ഇരിക്കണത്. നമുക്ക് കഴുകി കഴിഞ്ഞാൽ ഫുള്ള് ക്ലീനായി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടിഷ്യൂവിൻ്റെ പ്രത്യേകത. നമുക്ക് രണ്ടാമതും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമതല്ല കേട്ടോ, ഇഷ്ടംമാതിരി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കുറേ ഒരു 1-2 ആഴ്ച വരെയൊക്കെ നമുക്കത് ക്ലീനായി കിട്ടും. പക്ഷേ ഈ തുണിയുടെ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ കുറേ കാലം കഴിയുമ്പോഴത്തേനും ചെറുതായിട്ട് കറയൊക്കെ ഇങ്ങനെ വീഴും. എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് വാങ്ങിയപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പഴംപൊരി മാത്രമല്ല, ബ്രെഡും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു.
ഞാനിപ്പോൾ ഇതേ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് ചിക്കനും കൂടി ഇങ്ങനെ മസാല ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി മെത്തേഡിലൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ബിരിയാണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആണല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതൊക്കെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലേ. അപ്പോൾ നമുക്കിനി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാമെന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ഞാൻ അത്ര വലിയ ബിരിയാണി ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ റെസിപ്പിയൊന്നും പറയണമൊന്നുമില്ല. എങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കണ ബിരിയാണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഓരോ തോന്നൽ പോലെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചത് കൊണ്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഫ്രൈ ചെയ്യാതെ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കണത്. അപ്പോൾ സവാളയൊക്കെ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നെയ്യിലേക്ക് ഞാനങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് മസാല റെഡിയാക്കാനുള്ളൊരു പരിപാടിയിലാണ്. കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കണുള്ളൂ. നമ്മളാകെ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ബിരിയാണികളൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ കുഴിമന്തിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഈ പിള്ളേരുള്ള വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒഴിവ് ദിവസങ്ങളോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഞാനാണെങ്കിൽ കുറച്ച് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പതിവൊന്നുമില്ല ബിരിയാണിക്ക് മുട്ട പുഴുങ്ങാറൊന്നുമില്ല. പക്ഷേ ഇന്ന് തോന്നി ഏതായാലും വീഡിയോ കൂടി എടുക്കണേണല്ലോ, അപ്പോൾ ഒരു ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ച്. ബിരിയാണിയിൽ ഇങ്ങനെ മുട്ട പുഴുങ്ങിയതൊക്കെ വെക്കുമ്പോൾ ഒരു കാണാൻ തന്നെ ഒരു ലുക്ക് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതാരണം അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ബിരിയാണിയുടെ പരിപാടികൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഇങ്ങനെ കുറച്ച് ഹാഫ് ഫ്രൈ എടുത്തുകൊണ്ടേ കുറച്ച് ഈസിയാണ് കേട്ടോ നമുക്ക് വെന്ത് കിട്ടാനൊക്കെ. പെട്ടെന്ന് തന്നെ ബാക്കിയും കൂടി വെന്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ബിരിയാണി മസാല എന്ന് പറയാനായിട്ട് കടകളിൽ വലിയ ബ്രാൻഡുകളൊന്നും അങ്ങനെ കിട്ടുകയൊന്നുമില്ല കേട്ടോ. നമ്മളറിയാത്ത കുറേ ബ്രാൻഡുകളൊക്കെയാണ് ഇവിടെ ബിരിയാണി മസാലകളൊക്കെ കിട്ടാറ്. അപ്പോൾ അതേ ഒരു ഏതോ ഒരു ബ്രാൻഡ് കേട്ടോ, പേര് എനിക്കത്ര അറിയില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്കറ്റ് കണ്ടപ്പോഴാണ് എനിക്കൊന്നൊരു ആശയം, ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലോ എങ്ങനെ ഇരിക്കും, നല്ലതായിരിക്കുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിന്ന് ബിരിയാണി പരിപാടിയിലേക്ക് കടന്നത്. അല്ലെങ്കിൽ നമ്മുടേതായ മസാലകൾ റെഡിയാക്കി ഉണ്ടാക്കിയാലും മതി. ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ പാക്കറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു അറ്റംപ്റ്റിന് കടന്നിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലതായിരിക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും കുക്കറിലാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. അങ്ങനെ ഊറ്റി എടുക്കാറില്ല. ചിലപ്പോഴൊക്കെ തോന്നണ പോലെ ഓരോ ടൈമിലും ഓരോരോ തോന്നലുകളാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിലൊന്നും ഞാനങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ല, പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ. ഫ്രൈഡ് റൈസ് കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വേറൊരു ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താട്ടാ. ഇത് ഫ്രൈഡ് ഓണിയനാണ്. ഞാനൊരു പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ഈ നെയ്ച്ചോറ് ബിരിയാണിയിലൊക്കെ ഇടൂലേ, അതെന്നെ സംഭവം. അപ്പോൾ ഇത് റെഡിയാക്കി കിട്ടിയതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. കണ്ടു ഞാൻ ഒരു പാനിലേക്ക്, അപ്പോൾ ഒട്ടും നമുക്ക് നെയ്യൊന്നും ഒഴിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നട്ട്സും കിസ്മിസൊക്കെ ഇട്ടിട്ട് ഈ ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാലഡും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ ഒപ്പം സാലഡ് ഇല്ലെങ്കിൽ പിന്നെ എന്താലേ, എനിക്കത് ഭയങ്കര നിർബന്ധമാണ്, മസ്റ്റാണ്. ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. മിക്കപ്പോഴും തൈര് വെച്ചിട്ടുള്ള സാലഡ് തന്നെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാറ്. അങ്ങനെ അതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മസാലയും റെഡിയായി, അതുപോലെ തന്നെ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ദമ്മിടുക എന്നുള്ളൊരു പരിപാടിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് റൈസൊക്കെ നിങ്ങളെ കാണിച്ചെന്നുണ്ടല്ലോ. ഡബിൾ ഓട്സിൻ്റെ ജീരകശാല അരിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജീരകശാലയുടെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. നമുക്ക് ഏത് ബ്രാൻഡ് മേടിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള അരി കുഴപ്പമൊന്നുമില്ല, നല്ല അരിയാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ അതാണ് ഉപയോഗിക്കണത് നെയ്ച്ചോറായിട്ടും ബിരിയാണി ആയിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്.
അങ്ങനെ നമ്മുടെ ദമ്മ് പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഇങ്ങനെ കുറച്ച് ഇലകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഐറ്റംസും പിന്നെ കുറച്ച് ഈ ഒരു പൈനാപ്പിൾ എസൻസ്, നെയ്യ് അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് ഇതൊക്കെ ഒന്ന് കുറച്ച് മസാലപ്പൊടിയൊക്കെ കൂടി ചേർത്ത് ഞാനിത് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആലോചിക്കണം, അയ്യോ മുട്ട പുഴുങ്ങിയത് വെച്ചില്ലല്ലോ, അതും കൂടി വെക്കുമ്പോഴാണല്ലോ ഒരു ഭംഗി. പിന്നെ ഞാനത് രണ്ടാമത് തുറന്നതിന് ശേഷം ആ മുട്ടയും കൂടി ഒന്ന് വെച്ച് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് കാണുമ്പോൾ ഒരു ലുക്കുള്ളൂ അല്ലേ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടയൊക്കെ അങ്ങനെ പൊക്കി ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ചിക്കൻ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം അത് അടുപ്പത്തൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം കൊണ്ടാണ് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ഈ കേരളീയ ടേസ്റ്റിലുള്ള ബിരിയാണിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ബിരിയാണി കിട്ടുമെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നാളും ഒരെണ്ണം കാണിച്ചില്ല, ഒരു കാറ്ററിങ് ഒരിക്കൽ ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ തന്നെ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കാറാണ് പതിവ്. ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തണുപ്പുകളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും മഞ്ഞ് പെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ഇന്നായിരിക്കുമോ നാളെ ആയിരിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ചു, നന്നായിരുന്നു കേട്ടോ. ബിരിയാണി മോശമൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. പിള്ളേർക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ജസ്റ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാചകങ്ങൾ, നമ്മുടേതായ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണിക്കാനും പറയാനൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒഴിവ് ദിവസങ്ങളൊക്കെ പുറത്തിറങ്ങും, പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പോവും. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാറുണ്ടല്ലേ. ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര തണുപ്പാണെങ്കിലും ഇത് കണ്ടില്ലേ, ആളുകൾ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങണത്, അതൊക്കെ ഇവിടെ ഒരു പതിവുള്ള കാഴ്ചയൊക്കെ തന്നെയാണ് കേട്ടോ. മനുഷ്യന്മാരായാലും ശരി, മൃഗങ്ങളായാലും ശരി. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങണതേ, അതിപ്പോൾ ഏത് മഞ്ഞത്താണെങ്കിലും നമുക്ക് അത്തരം കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്കിങ്ങനെ ബാൽക്കണിയിൽ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നല്ല തണുപ്പും മഞ്ഞും പിന്നെ അതുപോലെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാലേ ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.